ATM കവർച്ചാ സംഘം പിടിയിൽ. ഏറ്റുമുട്ടലിൽ ഒരാൾ മരിച്ചു. പണം കടത്തിയത് കണ്ടെയ്നറിൽ. തൃശൂരിലെ SBIയുടെ ATMകളിൽ കവർച്ച നടത്തിയ 6 അംഗ സംഘം പിടിയിൽ. തമിഴ്നാട് നാമക്കലിനടുത്തു നിന്നാണ് കവർച്ചാ സംഘം പിടിയിലായത്. കണ്ടെയ്നർ ലോറിയിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഹരിയാന സ്വദേശികളായ പ്രതികൾ അറസ്റ്റിലായത്. പോലീസും മോഷ്ടാക്കളും തമ്മിൽ വെടിവയ്പുണ്ടായി. പോലീസിന്റെ വെടിയേറ്റ് ഒരാൾ കൊല്ലപ്പെട്ടു. ഒരു പോലീസുകാരനും മോഷ്ടാക്കളിൽ ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. മോഷ്ടാക്കളിൽ നിന്നും തോക്കടക്കമുള്ള ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെയ്നറിനുള്ളിൽ കാറുമുണ്ട്. തമിഴ്നാട് പോലീസാണ് പ്രതികളെ പിടികൂടിയതെന്നാണ് വിവരം. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നീ സ്ഥലങ്ങളിലെ 3 ATMകളാണ് ഇവർ കൊള്ളയടിച്ചത്. പുലർച്ചെ 2:30നും 4:00നും ഇടയിലായിരുന്നു സംഭവം. 65 ലക്ഷം രൂപയിലധികം മോഷ്ടാക്കൾ കൊണ്ടുപോയി. കാറിലെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM തകർക്കുകയും പണവുമായി കടന്നു കളയുകയുമായിരുന്നു. ഈ കാറാണ് കണ്ടെയ്നർ ലോറിയിൽ നിന്നും കണ്ടെത്തിയത്. മോഷ്ടാക്കൾ സഞ്ചരിച്ച കാറിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതികൾ മുഖംമൂടി ധരിച്ചിരുന്നു. ATMകളിലെ ക്യാമറകളൊന്നും നശിപ്പിച്ചിട്ടില്ല. പ്രതികൾ ആദ്യം മാപ്രാണത്തെ ATMമാണ് കൊള്ളയടിച്ചത്. ഇവിടെ നിന്നും 30 ലക്ഷം രൂപ കൊണ്ടുപോയി. തുടർന്ന് കോലഴിയിലെ ATMയിൽ നിന്നും 25 ലക്ഷം രൂപയും ഷൊർണൂർ റോഡിലെ ATM തകർത്ത് 10 ലക്ഷത്തോളം രൂപയും കവരുകയായിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയിരുന്നു. കൂടാതെ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് തമിഴ്നാട് പോലീസിനെയും വിവരമറിയിച്ചിരുന്നു. ആലുവ മെട്രോ നഗരത്തിലെ വാർത്തകൾ